തിരുവനന്തപുരം വിഴിഞ്ഞത്തെ സ്വർണ്ണപ്പണയ സ്ഥാപനത്തിലെ വഞ്ചനയിൽ മനംനൊന്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച രണ്ടാമത്തെ യുവതിയും മരിച്ചു. ചാവടിനട സ്വദേശി ഐശ്വര്യയാണ് മരിച്ചത്. സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കി യുവതി വഞ്ചിച്ചതിലുള്ള മനോവിഷമത്തിലായിരുന്നു യുവതികൾ വിഷം കഴിച്ചത്. അരുൺ മോഹനുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, ഈ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ടതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ ഐശ്വര്യയും മരണപ്പെട്ടതായിട്ടാണ് മനസ്സിലാക്കുന്നത്. എത്ര മണിക്കായിരുന്നു മരണം സംഭവിച്ചത്? എന്താണ് വിശദാംശങ്ങൾ? ഇന്ന് രാവിലെ ആയിരുന്നു ഈ പറയുന്ന ഐശ്വര്യ എന്ന ജീവനക്കാരി മരിക്കുന്നത്. ഐശ്വര്യയും ഈ പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 30-ാം തീയതിയായിരുന്നു ഈ പറയുന്ന വെങ്ങാനൂർ സമീപത്തുള്ള വെണ്ണൂർ സ്വദേശി അഞ്ജുവും ഐശ്വര്യ പനയോട് ചാവടിനട സ്വദേശി ഐശ്വര്യയും വിഷം കഴിച്ച നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇരുവരും സമീപത്തുള്ള ഒരു ധനകാര്യ സ്ഥാപനം സൂര്യ ഫിനാൻസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്നു. ഇവിടെ ഉണ്ടായ ഒരു സ്വർണ്ണ തിരിമറിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലായിരുന്നു ഇരുവരും ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഇവരുടെ ഒരു സുഹൃത്തായ സിന്ധു നിരവധി തട്ടിപ്പ് കേസിലെ പ്രതി കൂടിയാണ് സിന്ധുവിനെ ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ഐശ്വര്യയും അഞ്ജുവും സ്വർണം നൽകാറുണ്ടായിരുന്നു. സ്വർണം നൽകുന്ന ഈ സ്വർണം ഈ സിന്ധുവിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പലിശ കിട്ടുന്ന സ്ഥാപനത്തിൽ പലിശയ്ക്ക് വയ്ക്കുകയും അതിൽ നിന്ന് കമ്മീഷൻ എണ്ണത്തിൽ ഇവർക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ പദ്ധതികളെല്ലാം ഇടയ്ക്ക് പൊളിയുകയായിരുന്നു. സാമ്പത്തിക തിരിമറി സിന്ധുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതോടുകൂടി പണയമെടുക്കാനെത്തിയവർക്ക് തിരികെ സ്വർണം നൽകാൻ പറ്റാത്തൊരു പശ്ചാത്തലം എത്തുന്നു. ഇത് ഇവരെ ആശ്ചര്യപ്പെടുത്തുന്നു. കാരണം 70 പവനോളം സ്വർണമാണ് ഈ പറയുന്ന സിന്ധു വഴി നടത്തിയെന്നുള്ളതാണ് കൈമാറ്റം ചെയ്തെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പണയം വെക്കാൻ എത്തിയ സ്വർണങ്ങളായിരുന്നു ഇവയെല്ലാം. ഈ പറയുന്ന അഞ്ജുവിന്റെ ഭാഗത്തു നിന്ന് 20 പവന്റെ സ്വർണവും ഐശ്വര്യയുടെ ഭാഗത്തു നിന്ന് 50 പവന്റെ സ്വർണവുമാണ് നൽകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിൽ മനോവിഷമത്തിൽ ആശങ്കയിലായ ഇരുവരും സ്ഥാപനത്തിൽ തന്നെ ഷാർജ ഷെയ്ഖിൽ എലിവിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. ഇത് ഈ പറയുന്ന അഞ്ജുവിന്റെ സഹോദരിയോട് പറഞ്ഞതിനെ തുടർന്നാണ് എലിവിഷം കഴിച്ചത് വിവരം അറിയുന്നത്. തുടർന്ന് ഇരുവരെയും ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ഇരുവരും ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം അഞ്ജു മരണത്തിന് കീഴടങ്ങി. ഇന്ന് പുലർച്ചെയാണ് ഐശ്വര്യയും കീഴടങ്ങുന്നത്. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് തട്ടിപ്പിന് നേതൃത്വം നൽകിയ സിന്ധുവിനെ വിഴിഞ്ഞം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യപ്പെടുത്തി ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് വിഴിഞ്ഞം പോലീസിന്റെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്ഥാപനത്തിന്റെ ഉടമയും മറ്റൊരു സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിലിൽ കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ബാലരാമപുരം പോലീസാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു വഞ്ചനയുടെ ഭാഗമായി അല്ലെങ്കിൽ തിരിമറിയുടെ ഭാഗമായി 2 ജീവൻ പൊലിഞ്ഞൊരു ദുഃഖകരമായ വാർത്ത തന്നെയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ഹരി, ശരി, വ്യക്തമാണ്. രണ്ടാമത്തെ യുവതിയാണ് ഐശ്വര്യയാണ് മരണപ്പെടുന്നത്. 32 വയസ്സായിരുന്നു പ്രായം. അരുൺ മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.